ഓക്കെ, ക്രോഷ്യോ ബേസിക്സ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, സിംഗിൾ ക്രോഷയും പഠിച്ചു, സ്ലിപ്പ് നോട്ട് ഇടാനും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട്. ഇനി പാർട്ട് 3യിൽ പറയാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ, HDC, ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, HDC ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് നമ്മൾ 2 എണ്ണം സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തതിലോട്ടാണ്. എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നത് നോക്കിക്കോളൂ. നമ്മൾ ആദ്യം 1, 2 2 എണ്ണം സ്കിപ്പ് ചെയ്യുന്നു. അതായത് ഈ നീഡിലുള്ള ത്രെഡ് നമ്മൾ എണ്ണില്ല, അത് കഴിഞ്ഞിട്ട് 1, 2. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്, യാൺ ഓവർ ചെയ്യുന്നുണ്ട്. സിംഗിൾ ക്രോഷയിൽ നമ്മൾ യാൺ ഓവർ ചെയ്യുന്നില്ലായിരുന്നു. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ നമുക്ക് വേറൊരു പാർട്ടായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് മൂന്നാമത്തതിലോട്ടാണ്. ഓക്കെ, മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ നീഡിൽ 3 ലൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ലൂപ്പിനകത്ത് കൂടെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് യാൺ ഓവർ ചെയ്ത് വലിക്കുക എന്നുള്ളതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ട് വേണമെങ്കിൽ വലിക്കാം, ഇല്ലെങ്കിൽ 3 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെയും ഒരുമിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വലിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് 3 എണ്ണത്തിനുള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഈ വലിക്കുന്ന സമയത്ത് ത്രെഡിൽ നിന്നും ഈ മുഴുവൻ നൂലും ഒരുമിച്ചിട്ട് തന്നെ വരുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു, ഞാൻ 1 more കാണിക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുന്നു. യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തതിനകത്തോട്ട് ഇടുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെയും പുറത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു നോക്കാം. ഇനി നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനി സ്കിപ്പ് ചെയ്യുന്നില്ല. ഇപ്പം ഇട്ടതിൻ്റെ നേരെ അപ്പുറത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഇപ്പം ഇട്ടതെന്ന് എങ്ങനെ തിരിച്ചറിയും നോക്കൂ. ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഏതാണോ വലുതാവുന്നത് അതാണ് ഇപ്പം ഇട്ടത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇട്ടത്, ഇനി ഇതിലാണ് ഇടേണ്ടത്. ഓക്കെ, അതിലോട്ട് നമുക്ക് നീഡിലിടാം. യാൺ ഓവർ ചെയ്ത് നീഡിലിട്ടു. ഇപ്പോൾ വീണ്ടും 3 എണ്ണമായി. നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു. 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പുറത്തോട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി കണ്ടിന്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, യാൺ ഓവർ ചെയ്യുന്നു, തൊട്ടടുത്തതിലോട്ടിടുന്നു, അവിടുന്ന് വീണ്ടും യാൺ ഓവർ ചെയ്ത് 3ൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് പുറത്തോട്ട് വരുന്നു. ഈ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ കിട്ടുന്നതാണ് ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡബിൾ ക്രോഷേ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ.